ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈറ്റർ, അത് ഇപ്പോൾ നമുക്ക് ഗ്യാസ് തീർന്ന ഒരെണ്ണം കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഏകദേശം തീരാറായിട്ടുള്ള ഒരെണ്ണം. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കേടായ ഒരെണ്ണം ഉണ്ട്, അതിൽ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയതും അതേപോലെ തന്നെ ഒരു കേടായതുമായിട്ടുള്ള ഒരു ലാമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേടായ ലാമ്പിൽ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ഉണ്ട്. അതേപോലെ നമുക്ക് ആ തീർന്ന ലാമ്പിൽ നമുക്ക് അതിൽ നിന്നുള്ള പാർട്സ് എല്ലാം എടുത്ത് നമുക്ക് മെയിൻ ലാമ്പിലേക്ക് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്, അതിൻ്റെ ആ ഷീൽഡ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പഴയ ലാമ്പ് കേടായത് ഞാൻ ജസ്റ്റ് കുറച്ച് സമയം തീ കത്തിച്ച് പിടിച്ചപ്പോഴാണ് അത് ഉരുകിപ്പോയി, അതിൻ്റെ ടോപ്പ് ഭാഗം മുഴുവനായും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴയ ലാമ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലേക്കാണ് ഇട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയോ യൂസ് ചെയ്ത് ഇതേപോലുള്ള ചെറിയ ചെറിയ പാർട്സുകളെല്ലാം പതുക്കെ അത് പൊട്ടാതെ ഇതേപോലെ നിങ്ങൾക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് വരുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ എടുക്കേണ്ടതാണ്. മറക്കാതെ അതെടുത്ത് വെക്കുക. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പേപ്പർ ഇട്ടാലൊന്നും അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കുകയില്ല. അപ്പോൾ ആ റബ്ബറിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതും നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൽ നിന്നും പൊക്കിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ടോപ്പ് പോർഷൻ ആണ് നമുക്ക് മറ്റേതിൻ്റെ കേടായത്. അപ്പോൾ അത് ജസ്റ്റ് അത് മാത്രമായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു കത്തിയൊക്കെ ഉപയോഗിച്ചാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ബ്ലാക്ക് കളറിലുള്ള സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ടോപ്പ് പൊസിഷൻ ഒന്ന് പതുക്കെ നൈസായിട്ടൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ആ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലാമ്പിലേക്കാണ് അതെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണോ ഊരിയത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിൽ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ഇല്ല, അതേപോലെ ഒരെണ്ണത്തിൽ ഏകദേശം 3/4 ഭാഗത്തോളം തന്നെ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് പോർഷൻ അതിൽ കറക്റ്റായിട്ട് തന്നെ ഫിറ്റായിട്ടിരുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഗ്യാസ് കറക്റ്റ് അതിൻ്റെ ആ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഭാഗം നമുക്ക് ഇനി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ അത് അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ലെവലൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ സെൻറ്റർ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. സെൻറ്ററിലേക്ക് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ ഞാൻ അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് അതിൻ്റെ ആ ഗ്യാസ് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ പൊങ്ങി വരാൻ വേണ്ടി ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പാർട്സൊക്കെ നിങ്ങൾ മറ്റേതിൽ നിന്നും ഊരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെക്കുക. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബ്ലാക്ക് കളറിലുള്ള ആ ഡോട്ട് നമുക്ക് അതിനകത്ത് ആ ഒരു താഴെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ശേഷം ഞാനിവിടെ നമ്മുടെ ലൈറ്ററിൻ്റെ മെയിൻ ഐറ്റമായിട്ടുള്ള ആ ഒരു സാധനം നമുക്ക് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പ്രസ്സായിട്ടാണ് ഇതിൽ നിന്നും ആ ലൈറ്റിംഗ് എഫക്റ്റ്, ചെറിയൊരു എഫക്റ്റ് വരുന്നത്. അത് ഗ്യാസിലേക്ക് തട്ടിയാണ് നമുക്ക് ഫയർ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ സ്ലീവ് കളയണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്ലീവ് കളഞ്ഞ് തന്നെ വെച്ച് കൊടുക്കുക. സ്ലീവ് ഒട്ടുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കളഞ്ഞ് വെക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ അത് കത്തുന്നില്ല. അപ്പം ജസ്റ്റ് അതിൻ്റെ സ്ലീവ് ഒന്ന് ഇച്ചിരി കളയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനോ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പലരും വിചാരിക്കും നമ്മുടെ ഈ ചാനൽ ഇതേപോലുള്ള കണ്ടൻറ് അല്ലല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകും എന്ന് കരുതിയാണ് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മണി ഏണിങ് ആപ്ലിക്കേഷൻസും ടെക് പരമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നൊരു വെറൈറ്റിക്ക് ഇതൊന്നും ചെയ്തതാണ്. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്രദമാകും എന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം അവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ബട്ടൺ ഭാഗം നമ്മൾ എടുത്ത് വെച്ചു. അതേപോലെ തന്നെ ഇനി അതിൻ്റെ ഷീൽഡ്, ആ ഫ്രണ്ടിലുള്ള സ്റ്റീലിൻ്റെ ഷീൽഡും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ പ്രസ് ആവുന്നുണ്ട്. അപ്പം ലൂസാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതി, അല്ലാതെ പ്ലെയർ ഒന്നും ഉപയോഗിക്കരുത്. ഒരുപാടധികം ഹാർഡായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് അടുത്ത് പോകും.
അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം രണ്ടിൻ്റെ ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണത്തിൽ തീരെ ഇല്ല. അപ്പോൾ നമ്മൾ ആ റോസിലേക്ക് കറക്റ്റായിട്ട് മാറ്റി അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.